ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടിയുള്ളതെന്ന് പറഞ്ഞാൽ ഇത് മിവിയുടെ റോം 2 എന്ന് പറയുന്ന ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള അൺബോക്സിങ് റിവ്യൂ അതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലിലാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറ്. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഒരു മാസത്തോളമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് തുറന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് സമയമൊന്നും കിട്ടാറില്ല. രാത്രിയാണ് നമുക്ക് ടൈം കിട്ടാറ് വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പോൾ നമ്മൾ രാത്രി ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ആണ് ഇത്. അതും അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ചാനലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു വീഡിയോ വേറെ വരുന്നുണ്ട്, വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ചാനലിൽ ഇതുപോലുള്ളൊരു വീഡിയോ ചെയ്ത് പിന്നെ നമ്മൾ ഇനി ശനി ഞായറൊക്കെയാണ് നമുക്ക് ഒഴിവിട്ട് ആ ഒരു ഒഴിവ് സമയങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ വീഡിയോസ് എടുത്ത് നമ്മുടെ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള സ്പീക്കർ എന്ന് പറയുന്നത് മിവി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ റോം 2 എന്ന് പറയുന്ന ഒരു മോഡൽ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നമ്മുടെ കയ്യിലൊക്കെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പീക്കറാണ് കേട്ടോ. നമ്മുടെ ഇതിന്റെ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതിന് പുറത്തായിട്ട് ആദ്യം ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ ഉണ്ടായിരുന്നു, അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബോക്സ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഒരു കോമ്പിനേഷൻ കളറിലാണ് ഇതിന്റെ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് മിവിയുടെ ഒട്ടുമിക്ക എല്ലാതും അതേപോലെ തന്നെ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഈ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കാരണം കേട്ടോ. കാരണം ഇത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, നല്ല സ്പീക്കേഴ്സും അതേപോലെ തന്നെ ഇയർബഡ്സ് ഇയർഫോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബ്രാൻഡ് ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ ബോക്സിന്റെ മുകളിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് 5 ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 5 വാട്ട്സിന്റെ സ്പീക്കറാണ്. അതേപോലെ തന്നെ 24 hours നമുക്ക് ഇത് പ്ലേ ടൈം കിട്ടും. അതായത് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ 24 മണിക്കൂർ വരെ നമുക്ക് ഇത് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിന് ബാക്കിലായിട്ട് കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 1 year നമുക്ക് വാറണ്ടി കിട്ടുന്നുണ്ട്. അതായത് എന്തെങ്കിലും അതിന്റെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ശരിയായി തരും. അതേപോലെ തന്നെ ഇതേപോലെ മിവിയുടെ തന്നെ നമ്മൾ ഒരു സ്പീക്കറും കൂടി നമ്മുടെ കയ്യിലുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് രണ്ടും കൂടി നമ്മൾ തമ്മിൽ രണ്ട് സ്പീക്കേഴ്സും നമ്മൾ പെയർ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റീരിയോ മോഡിൽ ഒക്കെ രൂപത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു സ്പീക്കർ കണക്ട് ചെയ്ത് ആ ഒരു സ്പീക്കറിൽ രണ്ടാമത്തെ സ്പീക്കറും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റീരിയോ ആയിട്ട് നമുക്ക് ഈ സ്പീക്കേഴ്സിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു സ്പീക്കറും കൂടി വേണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ വരുന്നതായിരിക്കും വൈകാതെ തന്നെ കേട്ടോ. പിന്നെ ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് 2000 mAh ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പ്ലേ ബാക്ക് ടൈം കിട്ടും. 24 മണിക്കൂർ കമ്പനി പറയുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അത് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളൂ, നമ്മൾ വലിയ യൂസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, എന്നാലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ഒരു ബോക്സ് പോലെയാണ്. നമ്മൾ ഇതേപോലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തായിട്ടുള്ളത് നമ്മുടെ സാധാരണ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇതേപോലെ ബോക്സിൽ വരുന്നത് കുറവാണ്. പിന്നെ ഇതിന് മുകളിലായിട്ട് മിവി എന്ന് പറയുന്ന ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. അത് വാറണ്ടി കാർഡും അതേപോലെ തന്നെ അതിൻ്റെ എന്തോ ലെറ്ററും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇതാണോ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ പെയറിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാനും അതേപോലെ തന്നെ ബട്ടൺസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് സാധാരണ വരുന്ന പോലെ തന്നെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് വരുന്നത് നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കവറിൽ നല്ല ക്വാളിറ്റിയുള്ള കവറിലായിട്ടാണ് നമ്മുടെ സ്പീക്കർ വരുന്നത് കേട്ടോ. അപ്പോൾ സ്പീക്കർ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ താഴെയായിട്ട് പിന്നെ വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ 2 കേബിൾസ് വരുന്നുണ്ട്. ഒരു ഓക്സ് കേബിൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മുടെ സ്പീക്കറിലായിട്ട് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ ഒരു പി സിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പീക്കർ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ പി സിയിൽ നിന്ന് നമ്മുടെ സ്പീക്കറിലോട്ട് കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു കേബിൾ നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു കേബിൾ വലിപ്പം കുറവാണ്, പ്രശ്നമല്ല, നമ്മൾ എന്തായാലും പുതിയ കേബിൾ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു USB ചാർജിങ് കേബിൾ അതും കൂടിയാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സ്പീക്കറിലോട്ട് വരാം. സ്പീക്കർ നമ്മൾ ഇതേപോലെ കവറിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. നമ്മുടെ ഇതേപോലെ ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഒരു കളറാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. 3-4 കളറിൽ ഇത് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ ഒരു ഗ്രില്ലാണ്. അതിലൊരു പ്ലസ് പോലെയുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് മിവി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ട് പിന്നെ ഇതിനൊരു ക്യാരി ചെയ്ത് കൊണ്ടു കിടക്കാനായിട്ട് ഒരു സ്ട്രാപ്പ് ഒരു വള്ളിയും കൂടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് മിവി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് വലുതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ബാക്കാണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക്കാണ്, ഇതിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക്കാണ്. അതേപോലെ തന്നെ ഈ സൈഡിലും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് റബ്ബർ പോലെയുള്ള എന്തോ സംഭവമാണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് റബ്ബർ കൊടുത്ത് അങ്ങനെ എന്തോ ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഗ്രില്ല് കാര്യങ്ങളൊക്കെ. പിന്നെ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ളതും അതേപോലെ തന്നെ ചാർജിങ് കേബിൾ ചാർജ് കണക്ട് ചെയ്യാനുള്ളതും ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് മൈക്കാണെന്ന് തോന്നുന്നു, ഒരു മൈക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ടൈപ്പ് സി കൊടുക്കാമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ടൈപ്പ് സി ആണല്ലോ. അപ്പോൾ ടൈപ്പ് സി കൊടുക്കുകയായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. ഇതിപ്പോൾ കുഴപ്പമില്ല,
ടൈപ്പ് സി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. പിന്നെ താഴെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. 4 ചെറിയ ലെഗ് കൊടുത്തിട്ടുണ്ട്, ഈ സൈഡിലായിട്ട് സ്ട്രാപ്പ്, അതേപോലെ തന്നെ ഇതിന് മുകളിലായിട്ട് 4 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, ഓൺ ഓഫ് ചെയ്യാനും അതേപോലെ തന്നെ പ്ലേ ചെയ്യാനും സൗണ്ട് പ്ലസ് മാക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അല്ലാതെ തന്നെ നമ്മളിത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റി, നമ്മളിപ്പോൾ ഇതിന് എത്ര സൗണ്ട് ക്വാളിറ്റി ഉണ്ടെങ്കിലും നമ്മുടെ മൈക്ക് എൻ്റെ സൗണ്ട് ക്വാളിറ്റി കുറവാണെങ്കിൽ ആ ഒരു സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, എക്സ്ട്രാ കുറച്ച് ബാസ് മുകളിലോട്ട് നിന്നിട്ടുള്ള ഒരു സൗണ്ടാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ. സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്താണ്, അതേപോലെ തന്നെ നല്ല ലൗഡ് ആയിട്ടുള്ള ഒരു സ്പീക്കർ ആട്ടോ. നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പുറത്ത് ഔട്ട്ഡോർ വെച്ച് പാട്ടൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദൂരത്തേക്കൊക്കെ കേൾക്കുന്ന രീതിയിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അറിയാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം നമ്മുടെ മൈക്കിൻ്റെയും അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീക്കറിൻ്റെയും ക്വാളിറ്റിയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എന്നാലും നമ്മളിന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്പീക്കറും മൊബൈൽ ഫോണും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മ്യൂസിക് ഇട്ട് കേൾപ്പിക്കാം. So now that I found what I was looking for, I'm shining a light on the dark that I was coming from. It never broke me down. Show me loving, I need your loving, 'cause I'm drowning in something and I can't come out. Just show me loving, I need loving, me myself and in love. It's like being attached to a crushing heart. I want you to know how bad it hurts. You can sound along my heart. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.